സോ ഇക്കണ്ട വാക്കുകളുടെ അർത്ഥം മുഴുവൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല, ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. പക്ഷെ നമുക്കതിനെ വളരെ ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റും. നമ്മുടെ വൊക്കാബുലറിയിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ റൂട്ട് വേർഡ് ടെക്നിക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതിന് മുൻപുള്ള വർഷങ്ങളിൽ ചോദിച്ച ഒരു 4 വാക്കുകളെയാണ് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ശ്രീകല. ഇപ്പോൾ നമ്മുടെ SSC CGL നോട്ടിഫിക്കേഷൻ വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ വരാൻ പോവാണ്. ഇംഗ്ലീഷിന് നമുക്ക് 25 മാർക്കുണ്ട്, 25 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 15 മിനിറ്റിനുള്ളിൽ ഈ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. അതാണ് ഇപ്രാവശ്യത്തെ പുതിയ എക്സാം പാറ്റേൺ അനുസരിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യം. ശരിയല്ലേ? എക്സാം പാറ്റേൺ മാറിയവരെ എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. 15 മിനിറ്റ് ആണ് നമുക്ക് ഒരു സെക്ഷൻ ഉള്ളത്. സോ ഇംഗ്ലീഷിനും നമുക്ക് കയ്യിലുള്ളത് 15 മിനിറ്റ് ആണ്. 25 ക്വസ്റ്റ്യനും. ഗ്രാമർ ഉണ്ട്, നോൺ ഗ്രാമർ ഉണ്ട്, കോംപ്രിഹെൻഷൻ ഉണ്ട്. എങ്ങനെ നമുക്ക് ഈ ക്വസ്റ്റ്യൻസിനെയും ഈ വൊക്കാബുലറിയും ഒക്കെ പഠിക്കാം എന്നുള്ളതിൻ്റെ ഒരു ടിപ്പും ഒക്കെ ഉള്ളൊരു വീഡിയോ ആണ്. ത്രൂ ഔട്ട് കാണുക കേട്ടോ. അപ്പൊ നോക്കിക്കേ, ഇന്ന് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രപ്പോസിഷൻ ആണ്. പ്രപ്പോസിഷൻ. അപ്പോൾ ഒരു വാക്കിനോടൊപ്പം നമ്മൾ മൾട്ടിപ്പിൾ പ്രപ്പോസിഷൻ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്മൾ കാണാതെ പഠിക്കും, ആംഗ്രി എന്ന വാക്കിന്റെ കൂടെ ഇന്ന പ്രപ്പോസിഷൻ ആണ്, എന്നാൽ വേറൊരു ക്വസ്റ്റ്യനിൽ വേറെ രീതിക്കായിരിക്കും. അപ്പൊ അതിന് നമുക്കൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ആംഗ്രി എന്ന വാക്കിനോടൊപ്പവും അതിനോടൊപ്പം അതേ അർത്ഥം വരുന്ന മറ്റു ചില വാക്കിനോടൊപ്പം നമുക്ക് പ്രപ്പോസിഷൻ എങ്ങനെ വരുന്നു എന്നൊന്ന് പഠിക്കാം. ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹി ഈസ് ആംഗ്രി ഡാഷ് യുവർ വേ ഓഫ് ക്വസ്റ്റ്യനിങ്. ഹി ഈസ് ആംഗ്രി ഡാഷ് യുവർ വേ ഓഫ് ക്വസ്റ്റ്യനിങ്. അടുത്ത നോക്കിക്കേ. സീത ഈസ് ആംഗ്രി ഡാഷ് രാം. രണ്ടാമത്തെ കേസിൽ ആംഗ്രി ഒരു വ്യക്തിയോടാണ്, ദേഷ്യം ഒരു വ്യക്തിയോടാണ് അല്ലെ. സോ വ്യക്തിയോട് വരുമ്പോ നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ടത് വിത്ത് ആണ്. ഓക്കെ, അപ്പൊ അതെങ്ങനെ വരും? സീത ഈസ് ആംഗ്രി ഡാഷ് രാം എന്നുള്ളത് വിത്ത് രാം. വിത്ത് രാം. കണ്ടോ? സീത ഈസ് ആംഗ്രി വിത്ത് രാം. അപ്പൊ ഒരു വ്യക്തിയാണ് ഇപ്പുറത്ത് കിടക്കുന്നതെങ്കിൽ ആംഗ്രിയോടൊപ്പം വരുന്ന പ്രപ്പോസിഷൻ ഏതാണ്? വിത്ത് ആണ്. അടുത്ത നോക്കിക്കേ. ഹി ഈസ് ആംഗ്രി ഡാഷ് യുവർ വേ ഓഫ് ക്വസ്റ്റ്യനിങ്. ഹി ഈസ് ആംഗ്രി ഡാഷ് യുവർ വേ ഓഫ് ക്വസ്റ്റ്യനിങ്. ഒരു ആക്ഷൻ ആണ് അല്ലെ, ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ ഒരു വ്യക്തി ചെയ്യുന്ന ഒരു ആക്ഷൻ ആണ്. അങ്ങനെ വരുമ്പോൾ അവിടെ യൂസ് ചെയ്യേണ്ട പ്രപ്പോസിഷൻ അറ്റ് ആണ്. ഹി ഈസ് ആംഗ്രി അറ്റ് യുവർ വേ ഓഫ് ക്വസ്റ്റ്യനിങ്. നീ ചോദ്യം ചെയ്യുന്ന രീതിയോടാണ് ആ വ്യക്തിക്ക് എന്ത്? ദേഷ്യം. അപ്പൊ ആംഗ്രി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും എക്സാം പോയിന്റിൽ ഒരുപാട് പ്രപ്പോസിഷൻസ് നമ്മൾ ആംഗ്രിയോടൊപ്പം യൂസ് ചെയ്യാറുണ്ട്. അബൌട്ട് യൂസ് ചെയ്യാറുണ്ട്, നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടെ എക്സാം പോയിന്റിൽ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട 2 പ്രപ്പോസിഷൻസ് ആണ് അറ്റും വിത്തും. പ്രത്യേകിച്ച് SSC എക്സാംസിന് വരുമ്പോൾ ഇവിടെ എറ്റ് എന്ന് പറയുന്നത് ഒരു ആക്ഷനോടൊപ്പവും വിത്ത് എന്ന് പറയുന്നത് ഒരു പേഴ്സണോടൊപ്പവും ആണെന്ന് ചിന്തിക്കുക. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കുക. ഇപ്പം ആംഗ്രിയുടെ അതേ അർത്ഥം വരുന്ന വാക്കുകളുണ്ടാവും. അനോയ്. അനോയ് എന്ന വാക്കും ഇതേ അർത്ഥം തന്നെയാണ്. അവിടെയും നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം? ഇതേപോലെ തന്നെ പ്രപ്പോസിഷൻ യൂസ് ചെയ്യാം. അപ്പോൾ ഒരേ അർത്ഥം വരുന്ന വാക്കുകളോടൊപ്പം നമ്മൾ പ്രപ്പോസിഷൻസ് ക്ലബ് ചെയ്ത് ഒരേപോലെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രപ്പോസിഷൻ എന്ന് പറയുന്ന ടോപ്പിക് വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയോ എങ്ങനെയാ പ്രപ്പോസിഷൻ പഠിക്കേണ്ടതെന്നുള്ളത്? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇൻകൾപേറ്റ് എന്ന വേർഡിന്റെ സിനോണിം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻകൾപേറ്റ്. സോ ഇക്കണ്ട വാക്കുകളുടെ അർത്ഥം മുഴുവൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല, ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. പക്ഷെ നമുക്കതിനെ വളരെ ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റും. അതിനാണ് റൂട്ട് വേർഡ് ടെക്നിക് എന്ന് പറയുന്ന ഒരു സംഭവമുള്ളത്. റൂട്ട് വേർഡ് ടെക്നിക്. ഇവിടുത്തെ റൂട്ട് വേർഡ് കൾപ്പാണ്. കൾപ്പ്. മനസ്സിലായോ? കൾപ്പ് എന്ന് പറയുന്ന റൂട്ട് വേർഡ് വരുന്ന മറ്റൊരു വാക്ക് നിങ്ങൾ ഒന്ന് ഓർത്തു നോക്കിക്കേ. എന്താ വരുന്നത്? കൾപ്രിട്ട് എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ. കൾപ്രിട്ട്. എന്താ കൾപ്രിട്ട് എന്ന വാക്കിന്റെ അർത്ഥം? കുറ്റം ചെയ്ത ആള് അല്ലെ. കുറ്റം ചെയ്ത ആളാണ് കൾപ്രിട്ട് എന്ന് പറയുന്നത്. സോ കൾപ്പ് എന്ന വേർഡ് വരുമ്പോ നിങ്ങൾ ചിന്തിക്കേണ്ടത് ക്രൈം എന്നാണ്. മനസ്സിലായോ? കൾപ്പ് എന്ന വേർഡ് എവിടെയെങ്കിലും ആ വാക്കിൽ വരുന്നുണ്ട് എങ്കിൽ നിങ്ങൾ അവിടെ ചിന്തിക്കേണ്ടത് ക്രൈം എന്ന അർത്ഥമാണ്. ഓക്കെ, സോ ഇൻകൾപേറ്റ് എന്ന് പറഞ്ഞാൽ ആ ക്രൈമിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആള് എന്നൊരു അർത്ഥമായിരിക്കാം അല്ലെ. ഇൻവോൾവ് ആയിട്ടുള്ള ആള്. ഇനി എക്സ്കൾപേറ്റ്, അത് അടുത്തൊരു വാക്കാണ്. എന്തായിരിക്കും എക്സ്കൾപേറ്റ് എന്ന് പറയുന്നത്? എക്സ്കൾപേറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും വിമുക്തനായത്, അല്ലെങ്കിൽ ആ ഒരു ക്രൈമിന്റെ ഭാഗമല്ലാത്തത്, അല്ലെങ്കിൽ ആ ക്രൈമിൽ നിന്നും കുറ്റവിമുക്തൻ എന്ന് പറയുന്ന ആളാണ് എക്സ്കൾപേറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൾപ്പബിൾ എന്ന വേർഡിന്റെ അർത്ഥം എന്തായിരിക്കും? കൾപ്പബിൾ, കുറ്റം ചെയ്യാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ത്രാണിയുള്ള, ഇങ്ങനെ ഒരു സാധ്യത, ത്രാണി, ഇതൊക്കെയാണ് കൾപ്പബിൾ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. കണ്ടോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മളൊരു വേർഡിന് അർത്ഥം പഠിക്കേണ്ടത്. അല്ലാണ്ട് വെറുതെ കുറെ വാക്കുകൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി പോസിബിളേ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അവിടെ നിങ്ങൾ മനസ്സിലാക്കുക, കൾപ്പ്. കൾപ്പ് എന്ന് പറഞ്ഞാൽ ക്രൈം എന്ന് ആലോചിക്കുക. കൾപ്രിറ്റ്, ക്രൈം ചെയ്ത ആള്. ഇൻകൾപേറ്റ്, ആ ഒരു ക്രൈമിന്
ഭാഗമായിട്ടുള്ളത്, എക്സ്കൾപ്പേറ്റ് ക്രൈമിന്റെ പുറത്ത്, ക്രൈമിൽ നിന്നും മാറിയിട്ടുള്ളത്, അതുപോലെ തന്നെ കൾപ്പബിൾ കുറ്റം ചെയ്യാൻ സാധ്യതയുള്ളത്. അപ്പൊ ഇവിടെ ഇൻകൾപ്പേറ്റ് എന്ന വാക്കിന്റെ അർത്ഥം എന്തായിരിക്കും? ഓപ്ഷൻസ് നോക്കാം. ജസ്റ്റിഫൈ, അബ്സോൾവ്, റെസ്പെക്ട്, അക്യൂസ്. ഇൻകൾപ്പബിൾ ആണ്. സോ കുറ്റം ചെയ്തിട്ടുള്ള ആള്, കുറ്റത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആള്, അല്ലെ, ആരോപിതനാണ്. സോ അക്യൂസ്. മനസ്സിലായോ? അക്യൂസ്. ഇതിൽ തന്നെ ഈ വാക്കിന്റെ ഓപ്പോസിറ്റ് ഉണ്ട്. എന്തായിരിക്കും അത്? ഇറ്റ്സ് അബ്സോൾവ്. അബ്സോൾവ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എക്സ്, അതിൽ നിന്നും മാറുക, എക്സ്കൾപ്പേറ്റ്. അതാണ് എന്ത്? അബ്സോൾവ്. അതിൽ നിന്നും, കുറ്റത്തിൽ നിന്നും അല്ലെങ്കിൽ ആരോപണത്തിൽ നിന്നും മുക്തരാവുക അല്ലെങ്കിൽ മുക്തയാവുക. അതാണ് അബ്സോൾവ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഒറ്റ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഇന്ന് എത്ര വാക്കുകൾ പഠിച്ചു? കൾപ്രിറ്റ് പഠിച്ചു, ഇൻകൾപ്പേറ്റ് പഠിച്ചു, എക്സ്കൾപ്പേറ്റ് പഠിച്ചു, കൾപ്പബിൾ പഠിച്ചു, അബ്സോൾവ് പഠിച്ചു. കണ്ടോ? 5 വാക്കുകൾ പഠിച്ചില്ലേ? ഈ രീതിയിൽ വേണം നമ്മൾ വൊക്കാബുലറി പഠിക്കാനായിട്ട്. അങ്ങനെ പഠിച്ചാലേ നമുക്ക് കൂടുതൽ വാക്കുകളിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇനി ഞാൻ ഈ പറഞ്ഞ റൂട്ട് വേർഡ് ടെക്നിക്ക് ഉപയോഗിക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാത്തിൻ്റെ അർത്ഥം പഠിക്കാൻ പറ്റുന്നൊന്നും അല്ലെങ്കിൽ ഓർത്തിരിക്കാൻ പറ്റുന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ജസ്റ്റിഫൈ അല്ലാന്ന് പറയാൻ പറ്റുമല്ലോ. ഈ വാക്കിന്റെ അർത്ഥം ജസ്റ്റിഫൈ അല്ല, അത് നിങ്ങൾക്ക് അവിടെ പറയാൻ പറ്റും. റെസ്പെക്റ്റ് അല്ല, കാരണം കുറ്റവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. റെസ്പെക്റ്റ് അല്ല, അതും നിങ്ങൾക്ക് പറയാൻ പറ്റും. പിന്നെ ഉള്ളത് അബ്സോൾവും അക്യൂസുമാണ്, അല്ലെ? അതിൽ അക്യൂസ് ആണെന്നുള്ളത് എന്നുള്ള വേർഡിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. സോ എന്താണ് ഉത്തരം എന്നുള്ളത് ഡയറക്ട്ലി നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്ത് ഇതല്ല അതുകൊണ്ട് ഇത് എന്നുള്ള രീതിയിലേക്ക് പറയാൻ പറ്റും. അതാണ് റൂട്ട് വേർഡ് ടെക്നിക്ക് എന്ന് പറയുന്നത്. മറക്കാതെ ആ ഒരു ടെക്നിക്കിൽ തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാം. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. ഇത് PYQ ആണ്. SSCയിൽ ചോദിച്ചിട്ടുള്ള PYQ ആണ്. സെലക്ട് ദി ഓപ്ഷൻ ദാറ്റ് എക്സ്പ്രസസ് ദ ഗിവൻ സെന്റൻസ് ഇൻ ഇൻഡയറക്റ്റ് സ്പീച്ച്. റിപ്പോർട്ടഡ് സ്പീച്ച്, അല്ലെ? നമുക്കറിയാം കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഈ റിപ്പോർട്ടഡും പാസീവ് ആക്റ്റീവും ഒക്കെ ഡയറക്ട്ലി ചോദിച്ചു വന്നിട്ടുള്ളത്. അപ്പൊ നോക്കാം ഇതിൽ ഏതാണ് ഇതിന്റെ ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് നോക്കാം. ദ കസ്റ്റമർ ആസ്ക് ദി ടൈലർ, വിൽ യു ഹാവ് ദി ഡ്രസ് റെഡി ബൈ ട്യൂസ്ഡേ? വിൽ യു ഹാവ് ദി ഡ്രസ് റെഡി ബൈ ട്യൂസ്ഡേ? അപ്പൊ നോക്കിക്കേ, ഇവിടെ ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്തായിരിക്കും? വിൽ യു ഹാവ് ദി ഡ്രസ് റെഡി ബൈ ട്യൂസ്ഡേ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ യെസ് ആയിരിക്കും അല്ലെങ്കിൽ നോ ആയിരിക്കും. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും ഓർക്കുക, നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച് എപ്പോഴും പഠിക്കുമ്പോൾ ടിപ്സ് ഉപയോഗിച്ചാൽ പഠിക്കുക. അതാണ് അതിന് എളുപ്പ വഴി. വളരെ ഈസി ആയിട്ട് നമുക്കൊരു 20 ടിപ്സ് ഉപയോഗിച്ച് ഇതിനെ പഠിക്കാൻ പറ്റും. അല്ലാതെ നമ്മളിത് മുഴുവൻ കാണാതെ പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇവിടുത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഉത്തരം, ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്തായിരിക്കും? വിൽ യു ഹാവ് ദ ഡ്രസ് റെഡി ബൈ ട്യൂസ്ഡേ എന്ന് പറയുമ്പോൾ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? മറ്റൊന്നുമല്ല, യെസ് അല്ലെങ്കിൽ നോ ആയിരിക്കും. അപ്പൊ യെസ് ഓർ നോ ക്വസ്റ്റ്യന് ഉത്തരം വരുന്ന ചോദ്യങ്ങളുടെ കൂടെ നിങ്ങൾ ഉപയോഗിക്കേണ്ട കൺജങ്ഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ ഇഫ് അല്ലെങ്കിൽ വെദർ. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കണം നിങ്ങൾ ഉപയോഗിക്കേണ്ടത് യെസ് ഓർ നോ ചോദ്യത്തിന്റെ കൂടെ. അപ്പൊ ഇനി നിങ്ങൾ ഓപ്ഷനിലേക്ക് നോക്കിയേ, എല്ലായിടവും ഇഫ് കിടപ്പുണ്ട്. അപ്പൊ ആ കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈഡ് ആണ്, അതവിടെ തീർന്നു. കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഭാഗവും കൂടി കണക്ട് ചെയ്യുന്നത്, അതാണ് നമ്മളിവിടെ കൺജങ്ഷൻ എന്ന് എടുത്തു പറയുന്നത്. ഓക്കെ, സോ ഇഫും വെദറും തന്നെയാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ പ്രശ്നം അവിടെ തീർന്നു. അത് വെച്ച് നമുക്കൊന്നും എലിമിനേറ്റ് ചെയ്യാനായിട്ട് ഇല്ല. ഇനി നമുക്ക് നോക്കാം എന്താണ് അടുത്ത പോസിബിലിറ്റി എന്നുള്ളത്. നോക്കിക്കേ, വിൽ യു ഹാവ് ദി ഡ്രസ് റെഡി ബൈ ട്യൂസ്ഡേ. ഇവിടെ നോക്കിക്കേ, റിപ്പോർട്ടിംഗ് വെർബ്, ഇതാണ് നമ്മുടെ റിപ്പോർട്ടിംഗ് വെർബ്. ഈ റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസ് ആണ് എങ്കിൽ അവിടെ എന്ത് വരും? ടെൻസ് ചേഞ്ച് വരും. എന്ത് വരും? ടെൻസ് ചേഞ്ച് വരും. നിർബന്ധമാണ്. റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസ് ആണെന്നുണ്ടെങ്കിൽ ടെൻസ് ചേഞ്ച് വരണം. ഇവിടെ എവിടെയാണ് നിങ്ങൾക്ക് ടെൻസ് ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുക? ദാ നോക്കിക്കേ, വിൽ എന്ന് പറയുന്ന വാക്ക് എന്തായിരിക്കണം? വുഡ് ആയിരിക്കണം. അതാണ്, അതായത് ഫ്യൂച്ചറിലുള്ള ഒരു സാധനം ഫ്യൂച്ചർ ഇൻ പാസ്റ്റ് ആവണം എന്ന് പറയും. വില്ല് വുഡ് ആവും, ഷാല് ഷുഡ് ആവും, ക്യാന് കുഡ് ആവും, മൈറ്റ് ആവും, അങ്ങനെ പോകും. ഇവിടെ ഉള്ളത് വില്ലാണ്. സോ വില്ല് എന്താവണം? വുഡ് ആവണം. അപ്പൊ ഇവിടെ വുഡ് ആണോ? അല്ല. ഇവിടെ വുഡ് ആണോ? അല്ല. ഇനിയുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് ഓപ്ഷൻ A1ഉം 2 ആണ്. നമുക്ക് ഓരോന്നും ഇൻസ്പെക്ട് ചെയ്യാം. ദ കസ്റ്റമർ ആസ്ക് ദി ടൈലർ ഇഫ് ഹി വുഡ് ലൈക്ക് ടു ഹാവ് ദി ഡ്രസ് റെഡി ബൈ ട്യൂസ്ഡേ. ദ കസ്റ്റമർ ആസ്ക് ദി ടൈലർ ഇഫ് ഹി വുഡ് ഹാവ് ദി ഡ്രസ് റെഡി ബൈ ട്യൂസ്ഡേ. എന്താണ് ഇവിടെ വരിക? എന്താ ഉള്ളത്? ചോദ്യത്തിൽ വിൽ യു ഹാവ് ആണ് കിടക്കുന്നത്. സോ ലൈക്ക് ടു ഹാവ് എന്ന് പറഞ്ഞാൽ നിനക്ക് താല്പര്യം ഉണ്ടോ എന്നാണ് അതിന്റെ അർത്ഥം. അർത്ഥം വ്യത്യാസം വരാൻ പാടില്ല. ഒരിക്കലും നമ്മൾ ഒരു റിപ്പോർട്ടഡ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ അവിടെ എന്ത് വരാൻ പാടില്ല? അർത്ഥത്തിൽ വ്യത്യാസം വരാം. ഇവിടെ നോക്കിക്കേ, ലൈക്ക് ടു ഹാവ്, നിനക്ക് താല്പര്യമുണ്ടോ? സോ ദാറ്റ് ഇസ് നോട്ട് സെൻസിബിൾ. അങ്ങനെ നോക്കുവാണെങ്കിൽ ഓപ്ഷൻ എയും എലിമിനേറ്റഡ് ആണ്. അപ്പൊ എന്ത് മാത്രമേ വരുള്ളൂ? ഓപ്ഷൻ 2 ആണ് നമ്മുടെ ആൻസർ. ദ കസ്റ്റമർ ആസ്ക് ദ ടൈലർ ഇഫ് ഹി വുഡ് ഹാവ് ദി ഡ്രസ്. അതിപ്പോ നമുക്കൊന്നും ആലോചിക്കാനില്ല, ഇവിടെ കിടക്കുന്നത് തന്നെയായിരിക്കണം ഇവിടെയും വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് അടുത്തൊരു ഡൗട്ട് ഉണ്ടോ? ടെൻസ് ചേഞ്ച് വരുമ്പം ഈ ഹാവ് ഹാഡ് ആവണ്ടേ? വേണ്ട. മനസ്സിലായോ? ഇവിടുത്തെ താരം ആരാണ്? വില്ലാണ്.
ഹാവ് അല്ല. വിൽ യു ഹാവ്. ഇപ്പോൾ വുഡിന്റെ കൂടെ എപ്പോഴും എന്തേ വരാൻ പാടുള്ളൂ? ഫ്യൂച്ചർ ഇൻ പാസ്റ്റിന്റെ കൂടെ എപ്പോഴും എന്തേ വരാൻ പാടുള്ളൂ? V1 ഫോമേ വരാൻ പാടുള്ളൂ. അതുകൊണ്ടും കൂടിയാണ് ഇവിടെ എന്ത് വരാത്തത്? ഹാഡ് വരാത്തത്. വുഡിന്റെ കൂടെയും ഷുഡിന്റെ കൂടെയും കുഡിന്റെ കൂടെയും മൈറ്റിന്റെ കൂടെയൊക്കെ നമുക്ക് എന്തേ വരാൻ പാടുള്ളൂ? V1 ഫോമേ വരാൻ പാടുള്ളൂ. ഇഫ് യു വുഡ് സിംഗ് എന്നാ പറയോ? വുഡ് സാങ് എന്ന് പറയോ? ഇല്ല. അതേ പ്രശ്നം തന്നെ ഇവിടെയുള്ളൂ. ആൻസർ ഇസ് ഓപ്ഷൻ 2. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാലോ. അടുത്തത് നമ്മുടെ വൊക്കാബുലറിയിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ റൂട്ട് വേർഡ് ടെക്നിക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതിനു മുൻപുള്ള വർഷങ്ങളിൽ ചോദിച്ച ഒരു 4 വാക്കുകളെയാണ് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് റൂട്ട് വേർഡ് ടെക്നിക് ഉപയോഗിച്ച് ഈ വാക്കുകളുടെ അർത്ഥം പറയാൻ പറ്റുന്നത്? അപ്പൊ നമ്മൾ പറഞ്ഞു റൂട്ട് വേർഡ് എന്നാണ് അല്ലെ? റൂട്ട് വേർഡ്. അപ്പൊ നമുക്ക് ആദ്യം ഡെമോക്രസി. നിങ്ങൾക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന വാക്ക് ഡെമോക്രസിയാണ് അല്ലെ? എന്താ ഡെമോക്രസി? കണ്ണും പൂട്ടി പറയും. ഗവൺമെന്റ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ. ശരിയല്ലേ? അതേപോലെ തന്നെ അപ്പൊ ഡെമോ എന്ന വേർഡ് കേട്ടാൽ നിങ്ങൾ അവിടെ ഓർക്കേണ്ടത് എന്താണ്? പീപ്പിൾ എന്നാണ്. എന്താണ്? പീപ്പിൾ. സോ ഡെമോ എന്ന വാക്ക് കേട്ടാൽ ഞാൻ പറഞ്ഞത് റൂട്ട് വേർഡ് ടെക്നിക്കാണ്. ഓക്കെ, നിങ്ങൾ ഓർക്കേണ്ടത് പീപ്പിൾ എന്നാണ്. അപ്പൊ ഡെമോ വന്ന അവിടെ പീപ്പിൾ ഉണ്ട്, അങ്ങനെ ഓർക്കാലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഡെമോഗോഗ്. അതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് മൂന്നാമത്തെ വാക്ക് പഠിക്കാം, എന്നിട്ട് അതിലോട്ട് വരാം. ഇവിടെ നോക്കിക്കേ, ഡെമോഫൈൽ. ഡെമോ മീൻസ് പീപ്പിൾ. എന്താണ് ഫൈൽ എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം? അതുള്ള ഒരു വാക്ക്, ഈ PHIL ഉള്ള ഒരു വാക്ക് നിങ്ങൾ പല മത്സര പരീക്ഷയ്ക്കും പഠിച്ചിട്ടുണ്ടോ? കോമൺ ആയിട്ട് ഏതൊരു മത്സര പരീക്ഷയ്ക്ക് പഠിക്കുകയാണെങ്കിലും എലമെന്ററി ആയിട്ട് നിങ്ങൾ പഠിക്കുന്ന ഒരു വാക്കാണ് ഫിലാൻഡ്രോപ്പിസ്റ്റ്. ആണോ? ഫിലാൻഡ്രോപ്പിസ്റ്റ്. ഫിൽ, അവിടെ ഫിൽ ഉണ്ട്. നിങ്ങൾ ആ വാക്കിന്റെ അർത്ഥം എന്താ പഠിച്ചിട്ടുള്ളത്? മനുഷ്യസ്നേഹി. എന്താണ്? മനുഷ്യസ്നേഹി. സോ ഫിൽ എന്ന വേർഡ് എവിടെ കേട്ടാലും നിങ്ങൾ എന്തോർക്കണം? ലവ് എന്നോർക്കണം. ഇനി മറക്കരുത്, ഫിൽ എന്ന വേർഡ് കേട്ടാൽ എവിടെ ഓർക്കണം? എന്തോർക്കണം? ലവ് എന്നോർക്കണം. സോ ഫിലാൻഡ്രോപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യസ്നേഹിയാണ്. സോ ഫിൽ, ലവ്. ഇനി നിങ്ങളൊന്ന് കൂട്ടി വായിച്ചേ, ഡെമോ ഫൈൽ. എന്താ ഇതിന്റെ അർത്ഥം വരിക? ഡെമോ മീൻസ് പീപ്പിൾ, ഫൈൽ മീൻസ് ലവ്. സോ വൺ ഹു ലവ്സ് പീപ്പിൾ. മനസ്സിലായോ? ആളുകളെ ഇഷ്ടപ്പെടുന്ന ആൾ, അത്രേ ഉള്ളൂ. അതാണ് ഡെമോ ഫൈൽ എന്ന് പറയുന്നത്. അടുത്ത വാക്കും നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും, ഡെമോഫോബ്. ഫോബ്. ഫോബ് എന്താ? പേടി. ഫോബിയ, പേടിയല്ലേ? ഹൈഡ്രോഫോബിയ, വെള്ളത്തെ പേടി. ഇതൊക്കെ നിങ്ങൾ എല്ലാ എക്സാംസിനും പഠിക്കുന്നതാണ്. പഠിച്ചില്ലെങ്കിൽ ഓർത്തു വെക്കുക, ഫോബ്, ഫോബിയ, പേടിയാണ്. സോ ഡെമോഫോബ് എന്തായിരിക്കും? ആൾക്കാരെ പേടി അല്ലെ? ആൾക്കാരെ പേടി. സോ ആൾക്കാരെ സ്നേഹിക്കുന്നത് ഡെമോഫൈൽ, ഡെമോഫോബ് ആൾക്കാരെ ഭയം. ഓക്കെ, ഇനി നാലാമതൊരു വാക്ക് ഇവിടെ കിടക്കുന്നുണ്ട്, ഡെമോഗോഗ്. ഡെമാഗോഗ്, എ ആണ് ഇവിടെ വരിക. ഡെമാഗോഗ് എന്താ അത്? ഡെമാഗോഗ് മീൻസ് ഒരു ലീഡറിനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. വളരെ ജനസമ്മതനായിട്ടുള്ള ഒരു ലീഡർ, ആൾക്കാരുടെ ഇമോഷൻസിനെ, ആൾക്കാരുടെ വികാരങ്ങളെ വെച്ച് എന്താ പറയാ, നേതൃത്വം കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് കൊണ്ടുപോകുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള നേതാവിനെ മനസ്സിലോർക്കുക. അദ്ദേഹമാണ് ഡെമാഗോഗ്. ഓക്കെ, ആ ഒരു ആൾക്കാരുടെ വികാരവും ആൾക്കാരുടെ എല്ലാ വികാരങ്ങളെയും ഉൾക്കൊണ്ട് തന്നെ, ഇമോഷൻസിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നേതൃത്വവും ഭരണവും എല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ലീഡർ, അതാണ് ഡെമഗോഗ്. മനസ്സിലായോ? അപ്പൊ ഡെമോ എന്ന വേർഡ് കേട്ടാൽ, ഡെം എന്ന വേർഡ് കേട്ടാൽ പീപ്പിൾ എന്ന് മാത്രം നിങ്ങൾ ഓർക്കുക. ഇനി ഈ ഓരോ വാക്കുകളുടെ റൂട്ട് വേർഡ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ? പഠിക്കാൻ പറ്റില്ല. അതിനുള്ള ടെക്നിക്ക് എന്താണ്? ഡെം എന്ന് കേട്ടാൽ നിങ്ങൾ അവിടെ ഓർക്കേണ്ട ഒരു വാക്കുണ്ട്, ഡെമോക്രസി. ഇപ്പൊ നേരത്തെ നമ്മൾ കൾപ്രിട്ട് എന്ന വേർഡ് പറഞ്ഞു അല്ലെ? കൾപ്പ് എന്ന് കേട്ടാൽ നിങ്ങൾ ഓർക്കേണ്ടത് എന്താണ്? നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്നത് ആ ക്വസ്റ്റ്യന്റെ വേർഡ് ആയിരിക്കില്ല, പക്ഷെ കൾപ്രിട്ട് എന്ന വേർഡ് നിങ്ങൾക്ക് ഓർക്കാൻ പറ്റും. അത് നിങ്ങൾ ഓർക്കുക. അതുമായി ബന്ധപ്പെട്ട ഒരു വാക്ക് ഓർക്കുക. അപ്പൊ നിങ്ങൾക്ക് അർത്ഥത്തിന്റെ ഒരു ചെറിയൊരു കച്ചിത്തുമ്പ് കിട്ടും. അത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? ഓപ്ഷനിലേക്ക് വരിക. ഇത്രയും ഈസി ആയിട്ട് നമുക്ക് ഇവിടെ വൊക്കാബുലറി പഠിക്കാം. അടുത്ത വാക്ക് നോക്കിക്കേ, യുവോളജി. യുവോളജി ഇതേപോലെ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്ന ഒരു വേർഡാണ്. നിങ്ങൾ നോക്കിക്കേ, EU എന്ന് ഓർക്കുക. EU ആണ് ഇവിടുത്തെ ബേസ് വേർഡ്. എവിടെ നിങ്ങൾ EU കേട്ടാലും ഇറ്റ് മീൻസ് ഹാപ്പിനെസ്, പ്ലഷർ. മനസ്സിലായോ? ഹാപ്പിനെസ് അല്ലെങ്കിൽ പ്ലഷർ. സോ യുവോളജി എന്ന് കേട്ടാൽ ഒന്നും അറിയില്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അബ്യൂസ് അല്ല നിങ്ങൾക്ക് അറിയാമോ? വെട്ടാൻ പറ്റുമോ? ഒരു ഓപ്ഷൻ വെട്ടിയല്ലോ. ബ്ലെയിം അല്ല എന്നറിയാൻ പറ്റുമോ? അതും പോസിറ്റീവായിട്ടൊരു കാര്യമല്ല, അതും നമ്മൾ വെട്ടി. ഇനി കിടക്കുന്നത് Aയും Bയും ആണ്, പ്രോഡിജിയും അപ്രിസിയേഷനും. എന്താണ് പ്രോഡിജി? പ്രോഡിജി മീൻസ് ടാലന്റ് ആണ്, ടാലന്റ് അല്ലെ? ഇനി അപ്രിസിയേഷനോ? അപ്രിഷിയേറ്റ് ചെയ്യുക, എന്താ പറയുക, എൻകറേജ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക, പ്രശംസിക്കുക. അതാണ് കറക്റ്റ് വേർഡ്, പ്രശംസിക്കുക. സോ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ഹാപ്പിനെസ് അല്ലെ? സോ അപ്രിസിയേഷൻ ആണ് ഇവിടെ കൂടുതലായിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു വേർഡ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ 2 വാക്കുകൾ അല്ല എന്ന് പറയാൻ പറ്റിയാൽ തന്നെ നിങ്ങൾക്ക് ശരിയാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ യുവോളജി മീൻസ് അപ്രിസിയേഷൻ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം.
Select the most appropriate antonym of the underlined word in the sentence. He labored very hard but could not yield anything from the barren piece of land. Barren piece of land. നോക്കിക്കേ, ബാരൻ എന്ന വാക്കിന്റെ നിങ്ങൾ എപ്പോഴും ഓർക്കുക, ഇത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അല്ല എങ്കിൽ OMR ടെസ്റ്റ് ആണ്. ഞാൻ എപ്പോഴും കുട്ടികളോട് പറയും ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് വരയ്ക്കാൻ പറയും. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ആ സിനോണിം ആന്റോണിമും തമ്മിൽ ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾ ചെയ്യണം. ഓക്കെ, സെലക്ട് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആന്റോണിം ഓഫ് ദി അണ്ടർലൈൻഡ് വേർഡ് ഇൻ ദി സെന്റൻസ്. അപ്പൊ ഹി ലേബേർഡ് വെരി ഹാർഡ് ബട്ട് ഹി കുഡ് നോട്ട് ഈൽഡ് എനിത്തിങ് ഫ്രം ദി ബാരൻ പീസ് ഓഫ് ലാൻഡ്. ബാരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ പറയാ, ഒന്നും അല്ലെങ്കിൽ പ്ലാന്റ്സ് ഒന്നും വളരാത്ത ഒരു ഭൂമി അല്ലെ, വരണ്ട് ഉണങ്ങി കിടക്കുന്ന ഭൂമി. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഫലപുഷ്ടി അല്ലാത്തത്, ഫലപുഷ്ടി ഇല്ലാത്ത മണ്ണാണ് ബാരൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നും കൃഷിയൊന്നും വർക്കൗട്ട് ആവാത്ത മണ്ണ്. അപ്പൊ ഇവിടെ ഇതിന്റെ ആന്റോണിം ആണ് ചോദിച്ചിരിക്കുന്നത്. സോ സ്റ്റെറൈൽ ആണോ, വൈൽ ആണോ, ഫ്രൂട്ട്ലെസ് ആണോ, ഫെർട്ടൈൽ ആണോ? ഫെർട്ടൈൽ എന്ന് പറഞ്ഞാൽ ഫലപുഷ്ടി ഉള്ള, അല്ലെ, അതാണ് അതിന്റെ അർത്ഥം വരിക. ഇവിടെ ഇല്ല. സോ ഇവിടുത്തെ ആൻസർ എന്താണ്? ഓപ്ഷൻ 1 ഫെർട്ടൈൽ. ഫ്രൂട്ട്ലെസ്സിൽ പോയി ചാടരുത്, ഫ്രൂട്ട്ലെസ് ആവണം നിർബന്ധമില്ല അല്ലെ. ഓക്കെ, സ്റ്റെറൈലും അല്ല. ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത് ഫെർട്ടൈൽ ആണ്. ഫെർട്ടൈൽ ആണ് ഫലപുഷ്ടി ഉള്ളത്. അതില്ലാത്ത ലാൻഡാണ് ബാരൻ ലാൻഡ്. ഒന്നും കിളിക്കുകയോ മുളയ്ക്കുകയോ ചെയ്യാത്ത ഒരു പ്രദേശം, അതാണ് ബാരൻ ലാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ആന്റോണിം എന്ന് പറയുമ്പോൾ ബാരന്റെ ആന്റോണിം ഫെർട്ടൈൽ ആണ്. ഓക്കെ, എ പേഴ്സൺ ഹു ഡ്രോസ് ഓർ പ്രൊഡ്യൂസസ് മാപ്സ്. ഇതും ഒരു PYQ ആണ്. 2020-നും 2025-നും ഇടയ്ക്ക് 1-2 വട്ടം ചോദിച്ചിട്ടുള്ള PYQ ആണിത്. A person who draws or produces maps. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. കാലിഗ്രാഫർ ഉണ്ട്, കാർട്ടോഗ്രാഫർ ഉണ്ട്, ലെക്സിക്കോഗ്രാഫർ ഉണ്ട്, കൊറിയോഗ്രാഫർ ഉണ്ട്. കൊറിയോഗ്രാഫർ നമ്മൾ കണ്ണും പൂട്ടി പറയും. എന്താ അത്? സിനിമയിലൊക്കെ നമ്മൾ കാണുന്നതാണ്. ഡാൻസ് ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ ഡാൻസ് പഠിപ്പിക്കുന്ന ഒരാൾ, ഡാൻസ് കമ്പോസ് ചെയ്യുന്ന ഒരാൾ. സോ കൊറിയോഗ്രാഫർ അല്ല. ഇനിയുള്ളത് കാലിഗ്രാഫർ, കാർട്ടോഗ്രാഫർ, ലെക്സിക്കോഗ്രാഫർ. ഇതിനകത്ത് കാലിഗ്രാഫർ എന്താണ്? കാലിഗ്രാഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള കൈയക്ഷരമുള്ള, അതാണ് കാലിഗ്രാഫർ എന്ന് പറയുന്നത്. ഓക്കെ, അറിയാത്തവർ പഠിക്കുക. ഒരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം, ഏതൊരു മത്സര പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കാണ് കാലിഗ്രാഫർ എന്ന് പറയുന്നത്. കാലിഗ്രാഫർ എന്ന് പറഞ്ഞാൽ മനോഹരമായ കൈയെഴുത്തുള്ള ഒരു ഇതാണ് കാലിഗ്രാഫർ. കാലിഗ്രാഫറിന്റെ ഓപ്പോസിറ്റ് ആണ് കാക്കോഗ്രാഫർ. പഠിക്കുമ്പോൾ അതും കൂടി പഠിക്കാം. കാലിഗ്രാഫറിന്റെ ഓപ്പോസിറ്റ് ആണ് കാക്കോഗ്രാഫർ. മനസ്സിലായോ? അടുത്തത് കാർട്ടോഗ്രാഫർ. കാർട്ടോഗ്രാഫർ ആണ് വൺ ഹു പ്രിപ്പയർസ് മാപ്സ്, അതാണ് കാർട്ടോഗ്രാഫർ. സോ ഹൂസ് ലെക്സിക്കോഗ്രാഫർ? ഡിക്ഷണറി കമ്പോസ് ചെയ്യുന്ന ആൾ. മനസ്സിലായോ? ഡിക്ഷണറി കമ്പോസ് ചെയ്യുന്ന ആളാണ് എന്ത്? ലെക്സിക്കോഗ്രാഫർ. സോ ഇവിടുത്തെ ആൻസർ എന്താണ്? ഓപ്ഷൻ 2 ആണ്. ഇറ്റ്സ് കാർട്ടോഗ്രാഫർ. പക്ഷെ നമ്മളിവിടെ പഠിക്കേണ്ടത് ഒറ്റ വാക്കാണോ? അല്ല. നിങ്ങൾ കാലിഗ്രാഫർ പഠിച്ചു, കാക്കോഗ്രാഫർ പഠിച്ചു, കാർട്ടോഗ്രാഫർ പഠിച്ചു, ലെക്സിക്കോഗ്രാഫർ പഠിച്ചു, കൊറിയോഗ്രാഫർ നിങ്ങൾക്കറിയാം. സോ 5 വാക്കുകൾ. ഒരിക്കലും ഒരു ചോദ്യത്തിൽ നിന്നും ഒരു കാര്യമായിരിക്കരുത്. പ്രത്യേകിച്ച് നമ്മൾ വൊക്കാബുലറിയിൽ പഠിക്കുന്ന ഒന്നിലധികം ചോദ്യങ്ങളായിരിക്കണം, ഒന്നിലധികം വാക്കുകളായിരിക്കണം നമ്മൾ അതിൽ നിന്ന് പഠിക്കേണ്ടത്. മനസ്സിലായോ? ഇത് വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്നതാണ്, വിട്ട് കളയരുത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. സെലക്ട് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദി ഗിവൺ ഇഡിയം. ഇതിനകത്ത് ഇപ്പൊ നമ്മൾ നോക്കും, ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഇഡിയം PSC പോലും ചോദിക്കുന്നില്ലല്ലോ. SSC ചോദിക്കുമോ? ചോദിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് SSC എന്ന് പറയുന്ന എക്സാമിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്ന പോലെ അത്ര ഭീകരമായിട്ടൊരു എക്സാം അല്ല. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ സഫീഷ്യന്റ് ആണ്, പക്ഷെ അതിനകത്ത് ചെയ്യേണ്ട വർക്കൗട്ട് ഡിഫറെന്റ് ആണ്. മെയിൻ ആയിട്ട് ഇവിടെ ഇംപ്രോവൈസേഷൻ ആണ് വരുന്നത്. സെന്റൻസിന്റെ എറർ കറക്ഷൻ, അത് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ചെയ്യാം. അത് എറർ കറക്ഷൻ ആയിട്ട് തന്നെയാണ് അവിടെ വേണ്ടത്. മനസ്സിലായോ? ഗ്രാമർ. പക്ഷെ ആ എറർ കറക്ഷനിലേക്ക് എത്തണമെങ്കിൽ ഈ പറയുന്ന എല്ലാ ഗ്രാമർ ടോപ്പിക്സും നിങ്ങൾ അറിഞ്ഞിരിക്കുക. നിങ്ങൾക്ക് എറർ കറക്ഷൻ എത്താൻ പറ്റുമോ? പറ്റില്ല. നിങ്ങൾക്ക് കൃത്യമായിട്ടും എന്ത് വേണം? എറർ കറക്ഷനിലേക്ക് എത്തണമെങ്കിൽ ഏകദേശം 20 അടുത്ത് ഗ്രാമർ ടോപ്പിക്സ് നമ്മൾ കൃത്യമായിട്ട്, ചെറുതും വലുതുമായിട്ടുള്ള ഗ്രാമർ ടോപ്പിക്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എറർ കറക്ഷൻ തോടാൻ പറ്റുള്ളൂ. സോ ഒരിക്കലും ഈ ഒരു എക്സാമിന് നിങ്ങൾ എറർ കറക്ഷൻ എന്ന് പറഞ്ഞ് പഠിക്കാനിരുന്നാൽ നിങ്ങൾക്ക് പഠിച്ച് തീരില്ല. അതാണ് കുട്ടികൾ വരുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്ക്. ആദ്യം നിങ്ങൾ ബേസ് പഠിക്കണം. ഓക്കെ, അപ്പം എറർ കറക്ഷൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ നമുക്ക് ചെയ്തു തരാം. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. Select the most appropriate meaning of the given idiom. A piece of cake. A piece of cake. Options നോക്കാം. Easy to do or achieve. A cake that broke into pieces. A slice of cake for eating. A cake which is sold as a piece. ഈ ഓപ്ഷൻസ് പോലും എന്തിൽ നിന്നുള്ളത് തന്നെയാണ്? നിങ്ങളുടെ PYQവിൽ നിന്നും എടുത്തത് തന്നെയാണ്. അപ്പൊ ഇത് കാണുന്ന ഏതൊരു കുട്ടിക്കും മനസ്സിലാവും എന്താണ് ഇതല്ല, ഇതല്ല, ഇതല്ല. ആൻസർ ഇസ് ഈസി ടു ഡു ഓർ അച്ചീവ്. ഇറ്റ്സ് എ പീസ് ഓഫ് കേക്ക് ഫോർ മീ എന്ന് പറഞ്ഞാൽ അതെനിക്ക് നിസ്സാരം, ഞാൻ തപ്പ ചെയ്തു തീർക്കും, അതാണ് അതിന്റെ അർത്ഥം. മനസ്സിലായോ? ഈസി ടു ഡു, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അതാണ് പീസ് ഓഫ് കേക്ക് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം.
അപ്പൊ ഈ രീതിയിൽ വൊക്കാബുലറിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി വർക്കൗട്ട് ചെയ്യാൻ പറ്റണം. ഇവിടെ നിങ്ങൾക്ക് എന്തറിയാം എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന 15 മിനിറ്റിൽ 25 ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇപ്രാവശ്യത്തെ പുതിയ എക്സാം പാറ്റേൺ നിങ്ങളിൽ നിന്നും ഡിമാൻഡ് ചെയ്യുന്നത്. അല്ലാതെ എന്തല്ല, ഒരിക്കലും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ ഇപ്പം പണ്ടൊക്കെ നമ്മൾ എങ്ങനെയാ SSC എക്സാംസ് എഴുതിക്കൊണ്ടിരുന്നത്, നിങ്ങൾ കൂടുതൽ സമയം നിങ്ങൾ മാത്സും ചെലവഴിക്കുന്നു അല്ലേ. അപ്പോൾ ഇംഗ്ലീഷ് നിങ്ങൾ അല്ലെങ്കിൽ GK നിങ്ങൾ കുറച്ച് സമയങ്ങളൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് നമ്മൾ എല്ലാ വിഷയങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്രാവശ്യം മുതൽ അങ്ങനെയല്ല. നിങ്ങൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് 15 മിനിറ്റ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും ഓരോ സബ്ജക്റ്റും. അത് ചില സബ്ജക്റ്റിന് ഓക്കെയാണ്. ഇപ്പൊ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. കാരണം നമ്മൾ പണ്ട് എല്ലാം കൂടെ 5-6 മിനിറ്റിലാണ് ഇംഗ്ലീഷ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ നമുക്ക് ആ 15 മിനിറ്റ് കിട്ടുന്നത് കൊണ്ട് തന്നെ പാസേജ് അടക്കമുള്ള ചോദ്യങ്ങൾ നമ്മൾ എന്തായാലും ഉത്തരം എഴുതും. മാത്സിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ബുദ്ധിമുട്ട് വരിക, കാരണം അവിടെ നമുക്ക് അത്രയും സമയം പോരാ. അപ്പൊ ഈ എക്സാം ജയിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ കാര്യം. അവിടെ നിങ്ങൾ എത്തിപ്പിടിക്കേണ്ടത് എന്ത് തന്നെയാണ്, ഒരു സബ്ജക്റ്റ് ഇംഗ്ലീഷ് തന്നെയാണ്. കാരണം ആ ടൈമിൽ മാക്സിമം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്ത് തരാൻ പറ്റുന്നത് ഈ ഒരു വിഷയത്തിൽ തന്നെയാണ്. അതുപോലെ GK നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതാണ്. റീസണിങ് പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ എന്ത് ചെയ്യുക, GKയും ഇംഗ്ലീഷും, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ അത് ടപ്പനെ പഠിച്ചു തീർക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെ അറിഞ്ഞാൽ ഏതൊരു എക്സാമും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അവിടെ ക്രാക്ക് ചെയ്യാൻ പറ്റും. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ SSC CGLന്റെ പുതിയ ബാച്ച് വന്നിട്ടുണ്ട്. നമ്മളുടെ എക്സാം ഫോക്കസ്ഡ് ആയിട്ടുള്ള ബാച്ചാണ്. ഇവിടെ ഞങ്ങൾ എന്താണ് ചെയ്യുന്നത്, ഞങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് 15 മിനിറ്റിൽ 25 ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം, അതായിരിക്കണമല്ലോ നമ്മുടെ മോട്ടോ. എറർ ഫ്രീ ആയിട്ട് 15 മിനിറ്റിൽ 25 ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം, ആ രീതിയിലുള്ള എക്സ്റ്റെൻസീവ് പ്രാക്ടീസ് സെഷൻ ആയിരിക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങൾക്ക് തരുന്നത്. അതോടൊപ്പം തന്നെ ക്ലാസ്സസും ലൈവ് ക്ലാസ്സസും എല്ലാം ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ആപ്പിലൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ എഴുതുന്നത് ഒരു CBT ടെസ്റ്റ് തന്നെയാണ്. അത് തന്നെയാണ് നിങ്ങളുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. സോ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. മോഡൽ എക്സാംസ് എഴുതി, മോക്ക് എക്സാംസ് എഴുതി, ഓരോ ഭാഗവും 15 മിനിറ്റിൽ നിങ്ങൾക്ക് തീരുന്ന രീതിയിലേക്ക് 25 ക്വസ്റ്റ്യനെ നിങ്ങൾ എത്തിക്കുന്ന രീതിയിലേക്കാണ് നമ്മുടെ ബാച്ചസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ ബോർഡ് നമ്പർ 9249089284 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളുക. SSC എക്സാം വളരെ പെട്ടെന്ന് തന്നെ, ഡേറ്റ് ഒട്ടും വൈകാതെ തന്നെ വരും. ഈസി ആയിട്ട് പഠിക്കാം, നമുക്ക് നേടാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദി ഗിവൺ ഇഡിയം ക്രൊക്കഡൈൽ ടിയേഴ്സ്. ക്രൊക്കഡൈൽ ടിയേഴ്സ്, മുതലക്കണ്ണീര്. വളരെ ഈസി ആയിട്ട് നമുക്ക് മലയാളത്തിൽ തന്നെ കിട്ടുന്ന ഒരു സാധനമാണ്. എന്താണ് മുതലക്കണ്ണീരിന്റെ അർത്ഥം? ടു നോട്ട് ബിഹേവ് ഇൻ എ ഫെയർ വേ ആൻഡ് ഇൻസിൻസിയർ ഡിസ്പ്ലേ ഓഫ് ഗ്രീഫ്, ടു പ്ലീസ് എവ്രി വൺ ആൻഡ് ഇർറിവോക്കബിൾ സ്റ്റെപ്പ്. അതൊന്നുമല്ല, ടിയേഴ്സ്, മുതലക്കണ്ണീര്. മുതലക്കണ്ണീര് എന്താ? കള്ളക്കരച്ചിൽ, അത്രയേ ഉള്ളൂ. ലിറ്ററലി സ്പീക്കിംഗ് അത്രയേ ഉള്ളൂ. സോ ഇതല്ല. ആൻസർ ഇസ് ഓപ്ഷൻ 2. ആൻഡ് ഇൻസിൻസിയർ ഡിസ്പ്ലേ ഓഫ് ഗ്രീഫ്, ഒട്ടും സത്യസന്ധതയുടെ ഒരു അംശം പോലും ഇല്ലാത്ത, എന്താ പറയാ, സങ്കടം എക്സ്പ്രസ് ചെയ്യുന്ന ആ ഒരു പരിപാടിയാണ് ക്രൊക്കഡൈൽ ടിയേഴ്സ് എന്ന് പറയുന്നത്. കണ്ടോ, ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള, ഇത് ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള 2024 ശേഷമുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് കൂടിയാണ് അങ്ങനെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. സോ 2024-25 ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. വളരെ സിമ്പിളാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ഓൾ ഇന്ത്യ ലെവലിൽ നിങ്ങൾ എഴുതുന്നൊരു എക്സാം ആണ്. സോ അവിടെ എല്ലാവർക്കും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇംഗ്ലീഷിൽ വരിക. അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് ഇവിടുന്ന് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ച് നമ്മളൊന്ന് എഫേർട്ട് ഇട്ടാൽ മാത്രം മതി. അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ ഗിവൺ ഇഡിയം എ ബ്ലൂ ഐഡ് ബോയ്. നീലക്കണ്ണുള്ള പയ്യൻ. എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? നീലക്കണ്ണുള്ള പയ്യനെ നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇഷ്ടമല്ലയോ ഒന്ന് ആലോചിച്ച് നോക്കി. ജസ്റ്റ് ഇമാജിൻ, നമ്മൾ പണ്ട് കോളേജിൽ ആ നീലക്കണ്ണുള്ള പയ്യൻ എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ സെൻസ് എന്താണ് നോക്കാം. വൺ ഹൂ ഇസ് ഫേവറേറ്റ്, an unperceived observer, a miser, an unwelcome intruder. ഒരിക്കലും അല്ല, നീലക്കണ്ണുള്ള പയ്യൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾവേസ് എ ഫേവറേറ്റ് അല്ലേ. സോ ആൻസർ ഇസ് ഓപ്ഷൻ 1, one who is favorite. ഓക്കെ, ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദി ഗിവൺ ഇഡിയം. an axe to grind. an axe to grind വളരെ കോമൺ ആയിട്ട് എല്ലാ PSC പരീക്ഷയ്ക്കും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ടു മേക്ക് എ സുപ്രീം എഫേർട്ട്, ബിറ്റർലി ഹോസ്റ്റൈൽ, ടു ഹാവ് എ സെൽഫിഷ് റീസൺ ദാറ്റ് ഇൻഫ്ലുവൻസസ് ദി ആക്ഷൻ, ടു ടാക്കിൾ എ പ്രോബ്ലം ഇൻ എ ബോൾഡ് ആൻഡ് ഡയറക്റ്റ് ഫാഷൻ. എന്താണ് an axe to grind എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്തെങ്കിലും ഒരു കാര്യം നമ്മളിപ്പോൾ ഒരാളെ കൊണ്ടൊരു കാര്യം ചെയ്യിക്കുകയെന്ന് വിചാരിക്കുക, അതിന് നമുക്കൊരു സെൽഫിഷ് അജണ്ട ഉണ്ടാവും, നമ്മുടേതായിട്ടുള്ളൊരു പേഴ്സണൽ സെൽഫിഷ് അജണ്ട ഉണ്ടാവും. അങ്ങനെയുള്ള സാധനമാണ് ആക്സ് ടു ഗ്രൈൻഡ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ 3, ടു ഹാവ് എ സെൽഫിഷ് റീസൺ ദാറ്റ് ഇൻഫ്ലുവൻസസ് ദി
ആക്ഷൻസ്. ഓക്കെ, സോ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇംഗ്ലീഷ് ഗ്രാമറും വൊക്കാബുലറിയും ഒക്കെ പഠിക്കാം. അതോടൊപ്പം തന്നെ GK, മാത്സ്, റീസണിങ്. ഞാൻ വീണ്ടും പറയുന്നു, 15 മിനിറ്റിൽ എങ്ങനെ ഒരു സെക്ഷൻ എറർ ഇല്ലാതെ ഏറ്റവും കൂടുതൽ മാർക്കോടുകൂടി കംപ്ലീറ്റ് ചെയ്യാം. ഇതാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങൾക്കായിട്ട് SSC, CGL, CHSL പരീക്ഷകളിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കോഴ്സുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ബോർഡ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ബോർഡ് നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9249089284. പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളാം, ജോയിൻ ചെയ്തോളാം. അഗ്രസീവ് ക്ലാസ്സസുമായിട്ട് ഞങ്ങളിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. 20 മോഡൽ എക്സാംസ് അടക്കമാണ് നമ്മളുടെ പാക്കേജ് നിങ്ങളിലേക്ക് വരുന്നത്. സോ വീണ്ടും നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.